സർപ്രൈസ് തരാന്ന് പറയുന്ന സാധനമൊന്നും രജിക്ക് വലിയ വശമില്ലാത്ത കാര്യമാണ് കേട്ടാ. പക്ഷെ ഇതെന്താ ആൾക്ക് പറ്റിയെന്നറിയില്ല. വാലന്റൈൻസ് ഡേക്ക് വലിയ ഫ്ലവറിന്റെ ബൊക്കെയും ഒരു വലിയ ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് സർപ്രൈസ് തന്നതാ. 9 വർഷത്തോളമുള്ള നീണ്ട പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ചിപ്പോ 3 വർഷമായി. മൊത്തം ഒരു 12 വർഷത്തോളമായി ഞാൻ ആളെ കാണുന്നത്. ഇതുവരെ ആളെ എനിക്കൊരു സർപ്രൈസ് തന്നിട്ടില്ല കേട്ടാ. അടുത്ത വീട്ടിലൊരു ചെറിയ പൂജയും പിന്നെ വേറൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഞാൻ അതിനു വേണ്ടി പോയിട്ടാ ഉണ്ടായിനി. അതിൻ്റെ ഇടക്കാണ് രജി വന്നിട്ടുണ്ടായത്. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചു, നീ ഒന്ന് വേഗം വന്നേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം വല്ല ഡയറി മിൽക്കും ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ഈ ഫ്ലവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടാ. സർപ്രൈസ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും കിട്ടണം എന്നൊന്നും ഞാൻ ഇതുവരെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല കേട്ടാ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലെ കിട്ടിയപ്പം അറിയാണ്ട് ഹാപ്പി ആയി പോകുന്നുണ്ട്. അതിൻ്റെ അട്ടഹാസമാണ് നിങ്ങൾ കാണുന്നത്. കയ്യിലെന്തായാലും ചോക്ലേറ്റ് ഉണ്ടെന്നില്ല ഉറപ്പില്ലോണ്ടാണ് ഞാൻ അകത്ത് കയറുന്നതിന് മുമ്പ് വീഡിയോ ഓൺ ചെയ്തത്. പക്ഷെ ആള് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല കേട്ടാ. അതിനുശേഷം ഞാൻ എൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് രജി എടുത്ത വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുന്ന വന്നിട്ടുണ്ടായിനി. ചോക്ലേറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ് ആളെന്നോട് പറഞ്ഞു 2 ഫോട്ടോസ് കൂടി എടുത്തേക്കാണ്. അങ്ങനെ രജി എന്നെ എനിക്ക് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. വാലന്റൈൻസ് ഡേ എനിക്ക് വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഇത് കുറച്ച് സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടാ.